PMA സമീർ ലീഗ് പ്രതിനിധിയാണ്, സാമ്പത്തിക വിദഗ്ധൻ കൂടിയാണ്. ശ്രീ സമീർ, എങ്ങനെ വായിച്ചെടുക്കുന്നു ബാലഗോപാലിന്റെ ഈ സൂര്യോദയ ബജറ്റിനെ? ശ്രീ ബാലഗോപാലിൻ്റെ ഇന്നത്തെ സൂര്യോദയ ബജറ്റ് എല്ലാ തരത്തിലുള്ള കേരളീയരായ ജനങ്ങൾക്കും തീർത്തും നിരാശ നൽകുന്ന ഒന്നാണ്. ഏറ്റവും സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്ന ഒരു നാളിലാണ് ശ്രീ ബാലഗോപാൽ പിണറായി സർക്കാരിൻ്റെ രണ്ടാമത്തെ ഫിനാൻസ് മിനിസ്റ്റർ ശ്രീ ബാലഗോപാൽ ബജറ്റ് എന്ന രാഷ്ട്രീയ പ്രസംഗം ഇന്ന് അവതരിപ്പിച്ചിട്ടുള്ളത്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്നാം പിണറായി സർക്കാരിൻ്റെ ഫിനാൻസ് മിനിസ്റ്റർ ശ്രീ തോമസ് ഐസക് 2016 ജൂണിൽ ഒരു വൈറ്റ് പേപ്പർ, ഒരു ധവളപത്രം കൊണ്ടുവന്ന് അന്നത്തെ പൊതുകടം 1,50,000 കോടിയാണ് എന്ന് നിയമസഭയിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഇന്ന് 2024 ഫെബ്രുവരി 5-ാം തീയതി അവരുടെ എട്ടാമത്തെ ബജറ്റിൽ അതിൻ്റെ പൊതുകടം 1,50,000 കടന്ന് ഇരട്ടിയും കടന്ന് 4 ലക്ഷത്തിലേക്ക് കയറിയിരിക്കുന്നു. പൊതുകടത്തിന്റെ കണക്കുകൾ 2,38,000 കോടിയാണ്. ഞാൻ ആ അവലോകന റിപ്പോർട്ടിൽ കണ്ടത് 2,38,000 കോടി. ആർ ബി ഐയുടെ കണക്ക് പ്രകാരം 3,91,000 രൂപയാണ്. അപ്പോൾ ഇങ്ങനെ പൊതുകടം ഇങ്ങനെ കുതിച്ചു കയറുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടാവേണ്ട ഒരു ബജറ്റിനെ യാതൊരുവിധ സ്റ്റെപ്പുകളും എടുക്കാത്ത തീർത്തും നിരാശാജനകമായ ഒരു ബജറ്റാണിത്. സാധാരണ ജനങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലാത്ത ഒരു ബജറ്റിൽ സാധാരണക്കാർക്ക് നീതി നിഷേധിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ഈ പ്രാവശ്യത്തെ കോടതി ചെലവുകൾ 10 രൂപയുള്ളത് 250 രൂപയായിട്ടാണ് കോടതി ചെലവ് കൂട്ടിയിരിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യത്തെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഫെയർ വാല്യൂവിൻ്റെ 20% ഇൻക്രിമെൻ്റ് ഒക്കെ ഉണ്ടാക്കിയ വലിയ ആഘാതമുണ്ട്. ആ ആഘാതത്തിനൊന്നും യാതൊരുവിധ പരിഹാരവും നിർദ്ദേശിക്കാതെ സാധാരണക്കാരൻ്റെ സകല മേഖലകൾക്കും ഒരു പുനരുജ്ജീവനം സാധ്യമാവാത്ത രീതിയിലുള്ള തീർത്തും ഒരു ഡിസപ്പോയിൻമെൻ്റ് ആണ് ഇന്നത്തെ ബജറ്റ് സ്പീച്ചിൻ്റെ ഒരു ആകത്തുക. ഞാൻ അങ്ങയിലേക്ക് വരാം.